ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഇന്ന് സുരേന്ദ്രൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ, സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം തന്നെ പറയാം, ഈ വീഡിയോ താല്പര്യമുള്ളവർ മാത്രം കാണുക. കാരണം ഇത് എല്ലാവരും കാണുമെന്ന് എനിക്ക് വലിയ നിർബന്ധമല്ല. കാരണം ഇത് കാണേണ്ട ഒരു നായിൻ്റെ മോൾ, ഒരു കഴിവറ മോളുണ്ട്. അതായത് തെരുവ് പട്ടിക്കുണ്ടായ ഒരു നായിൻ്റെ മോൾ. പിന്നെ അവളെക്കുറിച്ച് പറയുമ്പോൾ ഇനിയിപ്പം നീ എന്തിനാടാ വന്നിരുന്നത് വല്ല സ്ത്രീകളെ തെറി വിളിക്കുന്നത്, അല്ലെങ്കിൽ മറ്റതാ മറിച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ഇങ്ങോട്ട് ഉലത്താൻ പറഞ്ഞ. ഞാൻ ആവശ്യമില്ലാതെ ഒരു സ്ത്രീകളെ തെറി വിളിക്കാൻ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. ചിലപ്പോൾ വിളിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുത്തൻ്റെ തന്തയുടെ വകയല്ല. പിന്നെ അവളുടെ വാലാട്ടിപ്പട്ടിയും പാവാട വള്ളികളും ഫേക്ക് ഐഡി എടുത്തുകൊണ്ട് എൻ്റെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറയാം, എടി പല ലോക വെടി അറുവാണി നായിൻ്റെ മോളെ കാട്ടവരാതി, നിൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളിനെ ആവശ്യമില്ലാതെ ചെറ്റത്തരം പറയരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞു. നീ കേൾക്കത്തില്ല. പിന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ശരി തന്നെ എനിക്ക് വലുത് തന്നെയാണ്. നീ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് കിച്ചു നിൻ്റെ മകനാണെന്ന് പറയുന്നുണ്ട്. നിൻ്റെ മകനെ പറഞ്ഞാൽ നിനക്ക് പൊള്ളും എന്നാണ് നീ പറയുന്നത്. ഈ കിച്ചു നിനക്ക് ഏത് വകയിലാണ് മോനായത് ഒന്ന് പറ. ഈ സുധിക്ക് നാടുനീള പെണ്ണും പടക്കുഴി ഉണ്ടായിരുന്നു പറഞ്ഞ് അവൻ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? അവൻ നിനക്ക് പറഞ്ഞതല്ലല്ലോ, പിന്നെ നിനക്ക് എന്താടി കഴിവറ മോളെ പൊള്ളേണ്ടത്? നിൻ്റെ മോളെ പറഞ്ഞാൽ അതുപോലെയാണ് എൻ്റെ സുഹൃത്തുക്കളെ പറഞ്ഞാൽ സുരേന്ദ്രൻ പൊള്ളും. നായിൻ്റെ മോളെ പല പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട്, പട്ടി തേ പിടിച്ച് കേട്ടോ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ കേൾക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ ശാരികയെ കൂടെ നീ ഇപ്പോൾ പിടിച്ച് ഇട്ടൊക്കെയാണ്. ആ സ്ത്രീ നിനക്ക് എന്ത് തെറ്റാടി ചെയ്തത്? നീ അവളുടെ പിന്നെ കുട്ടികളെ പറയാൻ നീ ആരാടി നായിൻ്റെ മോളെ? നിനക്ക് കിച്ചുവിനെ പറയുമ്പോൾ കൊള്ളുമല്ലേ? ഈ ശാരിയെ നിനക്ക് ഈ മാനുമര്യാദയായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ നിനക്ക് ഇത്ര കുത്തിക്കഴപ്പെന്താണ്? നിന്നെ പോലെ ഈ ലോക വെടിയല്ലാത്ത മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടാണോ നിനക്ക് ചൊറിച്ചിൽ? നായിൻ്റെ മോളെ പല പ്രാവശ്യം പറഞ്ഞു, വീണ്ടും വീണ്ടും അവൾ കുറയ്ക്കുക. എടി നിനക്ക് നീ ശാരീരികമായിട്ടൊക്കെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തല്ലോ, നീ എനിക്കെതിരെ ചെയ്യടി. ഞാൻ നിൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞല്ലോ, എന്നാൽ ഞാൻ എത്ര പ്രാവശ്യം ചീത്ത വിളിച്ചിട്ടുണ്ട്. നീ എന്നെ എടുത്ത് വെച്ച് അങ്ങ് റിയാക്ട് ചെയ്യും കേട്ടോ. പിന്നെ ഇന്നലെ വേണ്ട ഈ ശാരിക്ക് വേണ്ടിയിട്ട് നീ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഒന്ന് രണ്ട് സ്വയം അങ്ങോട്ട് പുകഴ്ത്തുന്നുണ്ടല്ലോ. നിൻ്റെ ഉമ്മയ്ക്ക് 50,000 രൂപയുടെ പെൻഷൻ കിട്ടുന്നുണ്ടോ? ഏത് വകുപ്പിലാണ് കിട്ടുന്നത്? അല്ല, എങ്ങനെയാണ് കിട്ടുന്നത്? എനിക്കൊന്നറിയാൻ വയ്യതുണ്ട്. ഏതെങ്കിലും പാലത്തിൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കുനിഞ്ഞു നിന്ന് കൊടുത്തതിനാണോ നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് 50,000 പെൻഷൻ കിട്ടുന്നത്? അതോ സീനിയോറിറ്റി അനുസരിച്ചാണോ? അതായത് ഒരു 10-15 വയസ്സിലൊക്കെ എൻ്റെ ഈ കുനിഞ്ഞിപ്പോൾ പരിപാടി തുടങ്ങിയിരുന്നുണ്ടെങ്കിൽ, ഈ പ്ലക്കടി പരിപാടി തുടങ്ങിയെങ്കിൽ ഇന്നിപ്പോൾ എന്ന് പറയാം ആ മുതുക്കിന് ഇപ്പോൾ 50,000 രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതോ ആളെണ്ണം കൂടുതൽ കയറി ഉണ്ടാക്കിയനാണോ? പറയടി നായിൻ്റെ മോളെ. എൻ്റെ അമ്മയ്ക്ക് പിന്നെ പെൻഷൻ കിട്ടുന്നു, നീ അതെന്ത് നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നത് നാട്ടിൽ കിടക്കുന്നത് ഞങ്ങളെന്ത് വേണോ അടി? എൻ്റെ ഉമ്മയെ പറഞ്ഞു നിനക്ക് ചട്ടുകാലിയാണെന്ന് പറഞ്ഞു. നിനക്ക് ചട്ടുകാലല്ല, നിനക്ക് എവിടെയാണ് ചട്ടുകാലിരിക്കുന്നത്? കഴിവറ മോളെ. മാന്യമായ മര്യാദയ്ക്ക് അന്തസ്സായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ നിനക്കങ്ങ് ചൊറിച്ചിലാണല്ലേ? ശാരീരിക എന്താ ഈ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണോ അടി നിനക്ക് ചൊറിയുന്നത്? ഞാനും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ എടുത്തിട്ട് അങ്ങ് അലക്കടി. നിനക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അങ്ങ് ചെയ്യ്. ഒരു പടക്കശാലയും കുറേ അറുപാടുകളെ പിടിച്ച് വെച്ചുകൊണ്ട് അവൾ കോപ്പുണ്ടാക്കാതിരിക്കും നാട്ടിൽ കിടക്കുന്ന മാനവും മര്യാദയ്ക്കും ജീവിക്കുന്ന സ്ത്രീകളെ തെറി പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നീ ഈ നാട്ടിലുള്ള എല്ലാ സകലമാന സ്ത്രീകളെയും അവരുടെ കുടുംബത്തിൽ കയറി അവരുടെ മക്കൾ വരെ കുഞ്ഞിനെ വരെ നീ അപരാധിത്വം പറഞ്ഞ പൊലയാടി മോളാണ് നീ. നിൻ്റെ ജീവിതം എന്താണ് നിനക്ക് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിൻ്റെ നട്ടല് ചവിട്ടി ഒടിച്ചിട്ടിട്ട് പോയ ഒരു മറ്റവന്മാരും നിനക്കിപ്പോൾ ഇല്ല കേട്ടോ. ചിലപ്പോൾ ഈ പറയുന്ന ഒരു വാക്ക് സമൂഹത്തിൽ പറയാൻ പാടില്ലാത്തൊരു വാക്കായിരിക്കും, എങ്കിലും ശരി തന്നെ നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നീ അത്രത്തോളം ദ്രോഹമാണ് ഓരോ കുടുംബത്തിലും ഓരോരുത്തരെയും നീ പറഞ്ഞിട്ടുള്ളത് കേട്ടോടി നായിൻ്റെ മോളെ. നിൻ്റെ ജീവിതം എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയോ? നീ വലിച്ച് ചാവും നീ. അതായത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ. കാരണം നിൻ്റെ നട്ടല് ചവിട്ടി ഒടിച്ച ഒരുത്തരുമില്ല. പിന്നെ നീ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരുന്നാളിന് വെട്ടാൻ നിർത്തിയിരിക്കുന്ന പോത്തിനെ പോലെ നീ ഒരെണ്ണത്തിനെ തീറ്റി പോറ്റുന്നുണ്ടല്ലോ. അതായത് ഈ ഇറച്ചി വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അവൻ്റെ ജീവിതം നീ കാരണം പോയി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ മറ്റേതാണെന്ന് അവന് കാണാനുള്ള യോഗമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ എടുത്ത് വെച്ച് നോക്കണം, നിന്നെ പോലെയുള്ള ഒരു അർവാണിയുടെ മോനായി ജനിച്ചതുകൊണ്ട്. അപ്പോൾ നീ ഇത്രയും നാട്ടിലുള്ള കൊച്ചു കുട്ടികളെ വരെ നീ അർവാണിത്തര പറയുന്നു. എടേ, ഇനി നടക്കാൻ പോകുന്നത് നീ കണ്ണീര് പൊഴിച്ച് കരയും, നീ പുഴുത്ത് ചാവും.
കേട്ടോ, സുരേന്ദ്രനാണ് പറയണത്. കാര്യം ഇന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. കാരണം നീ പോത്തിനെ പോലെ ഒരെണ്ണം വളർത്തുന്നൊരു അവൻ ഏതെങ്കിലും പാണ്ടിലോറിയുടെ അടിയിൽ കയറി അവൻ ചാവും. അത് നീ ഓർത്തോ. നീ ഇത്രയും കൊച്ചു കുട്ടികളെ ഈ ഒരു വാക്ക് പറയാൻ പാടില്ലാത്തതാണ്. എന്നാൽ അത് നീയായിട്ട് പറയിപ്പിച്ചതാണ്. എടി, മാനവും മര്യാദയ്ക്കും ജീവിക്കുന്ന കുടുംബങ്ങൾ കയറി നിനക്ക് ചൊറിയേണ്ട കാര്യം എന്താണ്? ഈ കഴിവാറ് നമ്മുടെ ഈ ശാരിക നിന്നെ എന്തെങ്കിലും ചെയ്തോ? അല്ലെങ്കിൽ ഈ സജീന നിന്നെ എന്തെങ്കിലും ചെയ്തോ? അവരാരും നിനക്കെതിരെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഈ ശാരികയൊക്കെ എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്നൊക്കെ ഇരുന്ന് പറയുന്നതായിട്ട് നിൻ്റെ അമ്മ ഏതോ പൊസിഷനിലിരുന്ന് കോപ്പ നീ എന്ന് പറയുന്നിട്ട് നിൻ്റെ അമ്മയാണ് നിനക്ക് റോൾ മോഡലെന്ന്. അപ്പോൾ അതുപോലെ പക്ക അറുവാണിയല്ലേ നീ? ആണോ? ആ മുതുക്ക് അറുവാണിയുടെ മോളല്ലേടി നീ പറയുന്നിട്ട് ഡീ പണം പട്ടിക്കും ഉണ്ടാവും. പണത്തിന് വേണ്ടി എന്ത് തന്തയില്ലാത്തരം കാണിക്കാനും എല്ലാവരെയും തോന്നിവാസം പറയുന്നതിന് ഒരു മര്യാദ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ. നിൻ്റെ മോൻ ഏതെങ്കിലും ഒരു പാണ്ടിലോറിയുടെ അടിയിൽ കയറി അതിൻ്റെ ഒരു എല്ലും കഷ്ണം പോലും ചിലപ്പോൾ നിനക്ക് കിട്ടിയത് വരത്തില്ല. മറ്റുള്ളവരുടെ മക്കളെ വരെ പറയുമ്പോൾ ഇതുപോലെയാണ് അവർക്ക് കൊള്ളുന്നത്. ഇത് നിനക്ക് കൊള്ളണം. നിൻ്റെ മോനെ പറഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞടി, മനഃപൂർവ്വം പറഞ്ഞതാ. കാരണം നീ ഓരോരുത്തരുടെ കുടുംബത്തിൽ കയറി നീ അങ്ങനെയാണ് തന്തയില്ലാത്തരം കാണിക്കുന്നത് കേട്ടോ. കുറച്ചെങ്കിലും മനുഷ്യനാവണം നീ. ഇവരൊക്കെ നിനക്ക് എന്ത് ദ്രോഹമടി ചെയ്തത്? ശാരികയുടെ കുഞ്ഞുങ്ങളെ പറയുന്നത് നീ ആരടി? അവൾ നിന്നെന്തെങ്കിലും ദ്രോഹിച്ചോ? നായിൻ്റെ മോളെ, ഞാൻ എത്ര വീഡിയോ നിനക്കെതിരെ ചെയ്തു. നീ എടുത്തിട്ട് അങ്ങോട്ട് ഉണ്ടാക്കടി നീ. അല്ലെങ്കിൽ സുരേന്ദ്രൻ ഇത് പറയുന്നു പറഞ്ഞുകൊണ്ട് നീ കൊണ്ടൊന്ന് കേസ് കൊടുക്ക്. പടക്കശാല അറുവാണി കേട്ടോ. ഇനിയിൽ മേലാൽ ആവശ്യമില്ലാതെ എൻ്റെ കുട്ടികളാണ് ഇതിനകത്ത് വലിച്ചഴിച്ച നായിൻ്റെ മോളെ ഇതൊന്നുമല്ല. ഇതിൻ്റെ അപ്പുറം സുരേന്ദ്രൻ പറഞ്ഞിരിക്കും. ഒന്നുകിൽ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ നീ കൊണ്ടുവന്ന് കേസ് കൊടുക്ക് കേട്ടോ. സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ പ്രതികരിച്ചിരിക്കും കേട്ടോ. കഴിവറ മോളെ, ഇത് വീഡിയോ കാണുമ്പോഴേ സുരേന്ദ്രൻ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ പറയുന്നത് നിനക്ക് കൊള്ളോ നോക്കട്ടെ. ഇതുപോലെ തന്നെയാണ് ഓരോ കുട്ടികളെ നീ പറയുന്നത്. നീ DGP പോലും നിൻ്റെ അടുത്ത് സല്യൂട്ട്. നീ ആര് കോപ്പാടി? നീ കുളിക്കാതെ നനയ്ക്കാതെ കിടക്കാൻ കാട്ടറുവാണി. നീ ആര്? നിൻ്റെ വിചാരം നീ വലിയ മറ്റവളാണെന്നുള്ളൊരു ധാരണയാണോ? നീ ഏത് കോപ്പി കിടന്ന വിളയാടി? നിൻ്റെ തന്തയായിരുന്നു നിനക്കറിയാമോ? നിൻ്റെ മുതുക്ക് തള്ളയ്ക്ക് അറിയാമോ? ഇപ്പം 50,000 പെൻഷൻ വാങ്ങിക്കുന്നു. എത്ര പേർക്ക് കുരിഞ്ഞെന്ന് കൊടുത്തേൻ്റെ അടി പെൻഷൻ തരുന്നത്? അത് സീനിയാരിറ്റി അനുസരിച്ചോ? 12 വയസ്സിൽ തടുക്ക ഇറങ്ങിയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിൻ്റെ പ്രായം അതും കൂടെ വെച്ച് നോക്കുമ്പോൾ എത്ര പൈസ വരുന്നത് അറിയില്ല. 10-90 വയസ്സ് വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 50,000 രൂപ കിട്ടണം. അതുകൂടെ മാറ്റി ഞണ്ണിക്കൊണ്ട് ആണ് ഈ അപരാധിക്ക് കൂട്ടിയിരിക്കുന്നത്. പിന്നെ നിൻ്റെ സ്ഥലപ്പേരൊക്കെ പറയുന്നത് നീ ആ നാട്ടിലില്ലല്ലോ ഡി. നീ പിന്നെ ആരെങ്കിലും നിന്നെ തിരക്കി വരുമ്പോൾ നീ എന്ത് വലിക്കാനാണ് നീ ഒളിച്ചിരിക്കുന്നത്? എത്ര പേര് നിന്നെ തിരക്കി വന്നു? നീ എന്ത് വലിക്കാനാണ് നീ ഒളിച്ചിരിക്കുന്നത്? കഴിവ് പറഞ്ഞ മോളെ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നീ ഇതുവരെ പറ, കണ്ണാക്കി ഞാൻ തരാം ഞാൻ. ബൈ.